ലോകകപ്പ് ഫുട്ബോൾ ആവേശത്തിന് മാറ്റുകൂട്ടി മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ ഒരുക്കിയ ലോകകപ്പ് ഇൻസ്റ്റലേഷൻ ശ്രദ്ധേയമാകുന്നു. കളിമിടുക്കിനൊപ്പം പരിസ്ഥിതി സംരക്ഷണത്തിൻ്റെ വലിയൊരു സന്ദേശം കൂടി പങ്കുവയ്ക്കുകയാണ് ഈ ക്യാമ്പസ്. ഉപയോഗശൂന്യമായ സോഡാ കുപ്പിയുടെ അടപ്പുകൾ ഉപയോഗിച്ചാണ് ലോക ഫുട്ബോളിലെ വിസ്മയങ്ങളായ ലയണൽ മെസ്സി, നെയ്മർ ജൂനിയർ, ക്രിസ്ത്യാനോ റൊണാൾഡോ എന്നിവരുടെ കൂറ്റൻ മുഖചിത്രങ്ങൾ കോളേജിൽ സൃഷ്ടിച്ചിരിക്കുന്നത്. വേസ്റ്റ് ടു വണ്ടർ എന്ന ആശയം മുൻനിർത്തിയാണ് നിർമ്മല കോളേജിലെ ബാസ്കറ്റ്ബോൾ കോർട്ടിൽ മനോഹര ദൃശ്യം ഒരുക്കിയിരിക്കുന്നത്. ലോകം നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധികളിലൊന്നായ മാലിന്യ സംസ്കരണത്തിന് ഒരു കലാലയം തങ്ങളുടെ കലയിലൂടെ നൽകുന്ന മറുപടി കൂടിയാണിത്. 1000-ലധികം സ്ക്വയർ ഫീറ്റ് വിസ്തീർണമുള്ള ഈ ഭീമൻ ചിത്രത്തിന് പിന്നിൽ കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥിയായ അജയ് വി ജോണിന്റെ മനോഹരമായ ആശയമുണ്ട്. കടുത്ത അർജന്റീന മെസ്സി ആരാധകനായ അജയ് 3 വർഷം മുൻപും മെസ്സിയുടെ ഒരു കൂറ്റൻ ചിത്രം ഇതുപോലെ തന്നെ ഒരുക്കി ശ്രദ്ധ നേടിയിരുന്നു. എന്നാൽ അന്ന് ചാർട്ട് പേപ്പർ കൊണ്ടാണ് ആ ചിത്രം ചെയ്തത്. നീണ്ട 2 മാസക്കാലം കൊണ്ടാണ് 1,06,000-ഓളം സോഡാ ക്യാപ്പുകൾ ശേഖരിച്ചത്. തുടർന്ന് നിർമ്മല കോളേജിലെ അധ്യാപകരും 250-ഓളം വരുന്ന വിദ്യാർത്ഥികളും കലാസൃഷ്ടിക്കായി കൈകോർത്തു. ശേഖരിച്ച ഓരോ ക്യാപ്പും പ്രത്യേകം ബോർഡുകളിലായി ഒട്ടിച്ച് അതിൽ പെയിന്റ് അടിച്ചാണ് താരങ്ങളുടെ ജീവൻ തുടിക്കുന്ന ചിത്രങ്ങൾ ബാസ്കറ്റ്ബോൾ കോർട്ടിൽ പുനർജനിച്ചത്. ഇതിൽ അവസാന ഘട്ടത്തിലെ ബോർഡുകൾ ഒട്ടിച്ച് ചിത്രം പൂർത്തിയാക്കുന്ന ജോലി വെറും 7 ദിവസത്തെ റെക്കോർഡ് സമയം കൊണ്ടാണ് വിദ്യാർത്ഥികൾ പൂർത്തിയാക്കിയത്. ഈ ഒരു വേൾഡ് കപ്പ് നമ്മുടെ മെസ്സിയുടെയും റൊണാൾഡോയുടെയും നെയ്മറിൻ്റെയൊക്കെ അവസാന വേൾഡ് കപ്പാണ്. അപ്പോൾ ഇത്തവണ അവർക്ക് എല്ലാവർക്കും ട്രിബ്യൂട്ട് കൊടുത്തുകൊണ്ട് മറ്റുള്ളവർ ചെയ്യുന്നതിനേക്കാൾ ഒരു വെറൈറ്റി ആയിട്ടൊരു വലിയൊരു വർക്ക് ചെയ്യണം എന്നെനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഇതും ഏകദേശം ഒരു 1000 സ്ക്വയർ ഫീറ്റിന് മുകളിൽ വരുന്ന ഒരു വർക്കാണ്. 1,06,000 ക്യാപ്പുകളാണ് നമ്മൾ ഇതിൻ്റെ യൂസ് ചെയ്തിട്ടുള്ളത്. മെറ്റീരിയൽസ് നമ്മൾ പല സ്ഥലങ്ങളിലായിട്ടാണ് കളക്ട് ചെയ്തത്. ഡയറക്റ്റായിട്ട് സോഡാ ഹൗസുകളിൽ പോയി, മാനുഫാക്ചറിങ് ഷോപ്പിൽ പോയി നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്നു, കടകളിൽ നിന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നു, ബാറുകൾ, അങ്ങനെയുള്ള സ്ഥലങ്ങൾ, പല സ്ഥാപനങ്ങളിൽ പോയിട്ട് കളക്ട് ചെയ്താണ് നമ്മൾ ഇത്രയും വരെ എത്തിച്ചിട്ടുണ്ടായിരുന്നത്. തുടക്കം മുതൽ വിദ്യാർത്ഥികളുടെ ഈ വലിയ കൂട്ടായ്മയ്ക്കും പുതുമയാർന്ന ആശയത്തിനും പൂർണ്ണ പിന്തുണയുമായി കോളേജ് മാനേജ്മെന്റും ഒപ്പമുണ്ടായിരുന്നു. നമുക്കെല്ലാവർക്കും ഈ വേൾഡ് കപ്പിൻ്റെ ഈ സന്ദർഭത്തിൽ ഇത്തരത്തിൽ മാലിന്യവിമുക്തമാക്കുന്ന ഒരു രാജ്യത്തിന്, ലോകത്തിന് വേണ്ടി നമുക്ക് കൈകോർക്കാം. സമഗ്രമായിട്ട് കൂട്ടായിട്ടുള്ള പ്രവർത്തനമാണ് ഇത്തരം ഒരു ആശയത്തെ വലിയൊരു കലാസൃഷ്ടിയാക്കി മാറ്റാൻ സഹായിച്ചത്. ലോകകപ്പ് കാലയളവിലുടനീളം കോളേജ് വിദ്യാർത്ഥികൾക്കും പൊതുജനങ്ങൾക്കുമായി ഈ ഇൻസ്റ്റലേഷൻ ബാസ്കറ്റ്ബോൾ കോർട്ടിൽ പ്രദർശിപ്പിക്കും. അമൃത ന്യൂസ്, കൊച്ചി.